സമുദായ സംഘടനയില് ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. കാരണം അദ്ദേഹത്തെ എനിക്ക് വളരെ പണ്ടേ അറിയാം, 10-20 കൊല്ലമായിട്ട് അറിയാം. ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ എനിക്ക് സാധിച്ചത് ഒരു 10-12 കൊല്ലമായിട്ട് വളരെ അടുത്തറിയാം. 20 കൊല്ലമായിട്ടും അറിയാവുന്നതാണ്. അപ്പോൾ ഒരു SNDP എന്ന നിലയിൽ അതുക്ക് മുമ്പ് തൊട്ടേ തന്നെ അദ്ദേഹത്തെ നല്ലപോലെ അടുത്ത് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഞാനോട് നല്ല സൗഹൃദ ബന്ധമുണ്ട്. അദ്ദേഹം ഒന്നാം തരം നല്ലൊരു കച്ചവടക്കാരനാണ്. ആ കച്ചവടത്തിൽ അങ്ങനെ സക്സസ് ആയ ആളാണ്. വിനയമാണ് പുള്ളിയുടെ മുഖമുദ്ര. ആരോടൊരു കുശുമ്പോ ഉന്നായ്മയോ ഗ്രൂപ്പ് കളിക്കാനോ ഒന്നും താല്പര്യമുള്ള ആളല്ല. എല്ലാ അർത്ഥത്തിൽ പറഞ്ഞാലൊരു മാന്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഒരു മാന്യനാണ് അദ്ദേഹം. പിന്നെ ഒരു സക്സസ്ഫുൾ അല്ല, വിജയിച്ച ഒരു വ്യവസായി എന്ന നിലയിൽ അദ്ദേഹം ഇതിലും വിജയിക്കുന്ന എന്റെ പ്രതീക്ഷ. കാരണം BJP കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പും പരസ്പരം വിരുദ്ധമായ ചേരിയിൽ നിന്നുള്ള കലഹങ്ങളും ഉണ്ടാക്കുന്നു എന്ന് ആള് പറയുന്നു. കുറെയെല്ലാം ശരിയാണ്, ഇല്ലെന്ന് അവര് പറഞ്ഞാൽ തന്നെ ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇത് എല്ലാം നിൽക്കുമ്പോൾ തന്നെ സെൻട്രലിൽ നിന്ന് അവരെ ഒരു ഗ്രൂപ്പിലും പെടാത്ത എല്ലാം കൊണ്ടൊരു മാന്യനായ ഒരാളായിരിക്കും ഇത് നല്ലത് എന്ന് അവർ കരുതി. അദ്ദേഹം ഒരിക്കലും ഇത് ഇഷ്ടപ്പെട്ട് കാണുന്നില്ല. കാരണം പുള്ളി കേരളമല്ല ഇഷ്ടപ്പെട്ടിരുന്നത്, അദ്ദേഹം കർണാടകമാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. സ്ഥാനാർത്ഥിയായി കണ്ടു നിന്നതും കർണാടകത്തിൽ നിന്നാണ്. വീണ്ടും കഴിഞ്ഞ പ്രാവശ്യവും കർണാടകത്തിൽ കിട്ടും എന്ന ധാരണയിലാണ് പുള്ളി ഇരുന്നത്. പക്ഷെ കൊടുത്തത് കേരളത്തിലായിപ്പോയി. അതുകൊണ്ട് അദ്ദേഹം നല്ല രീതിയിൽ BJP നയിക്കാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒഴിഞ്ഞ ഗ്രൂപ്പാണ് BJP എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയിട്ട് പോലും വലിയ ഗ്രൂപ്പുകളൊക്കെ നടത്തി. ഇതിനെയൊക്കെ മറികടക്കാൻ രാജുവിനെ പോലുള്ള ഒരു വ്യവസായിക്ക്, ഒരു ടെക്നോക്രാറ്റിന് പറ്റും. ഈ വ്യവസായി എന്ന് പറഞ്ഞാല് അദ്ദേഹം വിജയിച്ച ഒരു വ്യവസായിയാണ്. തോറ്റൊരു വ്യവസായിയാണെങ്കിൽ എല്ലാത്തിനും തോറ്റു. അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കി വ്യവസായ രംഗത്ത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യവസായി, വിജയിച്ചൊരു വ്യവസായിക്ക് ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയം അമ്മാനാടാൻ ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതിന്റെ എല്ലാ പ്രായോഗിക ബുദ്ധിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് നയിക്കാനും നടത്താനും അദ്ദേഹം സാധിക്കും. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ കുറഞ്ഞ സമയമല്ലേ കിട്ടിയുള്ളൂ. കുറഞ്ഞ സമയം, ഒരു 2 മാസത്തിന് മുമ്പ് ആണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിർത്തിയിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ആ സീറ്റ് കൊണ്ടുപോയത്. പക്ഷെ വളരെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് കൊണ്ട് നിർത്തി. ഒട്ടും സമയം കിട്ടിയില്ല, കുറഞ്ഞ സമയം കൊണ്ട് അടിച്ചു കയറില്ലേ. അദ്ദേഹം ഒരു തറപറ പറയാനൊന്നും പോയിട്ടില്ല. മാന്യമായ ഭാഷയിൽ മാന്യമായ രീതിയിൽ പെരുമാറുകയും പറയുകയും ചെയ്ത് ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു. അങ്ങനെ വോട്ട് നേടാൻ സാധിക്കും. അങ്ങനെ ഒരു കലഹപ്രിയനല്ല, അനാവശ്യമായിട്ട് ഒരു അപക്വമായ പ്രകോപനപരമായ വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരാളല്ല. മിതവാക്ഷിയാണ്. എല്ലാത്തിലും ഒരു മിതത്വവും മാന്യതയും പ്രയോഗിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ശൈലിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ഗ്രൂപ്പുകാരെയും സമന്വയിപ്പിച്ചും യോജിപ്പിച്ചും കൊണ്ടുപോകാൻ അദ്ദേഹത്തെ തീർച്ചയായും സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ അമരത്ത് ഈഴവ പ്രാതിനിധ്യം വേണമെന്ന് എപ്പോഴും വാദിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ സ്ഥാനത്തേക്ക് ഒരാൾ മാറുമ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഈഴവ പ്രാതിനിധ്യം പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എത്തിയത്. പക്ഷെ ശോഭാ സുരേന്ദ്രനേക്കാളും മെച്ചപ്പെട്ട ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ. ശോഭ നല്ല ആളാണ്. ശോഭാ സുരേന്ദ്രൻ നല്ലൊരു പ്രാസംഗികയാണ്. ആളുകളെല്ലാം കയ്യിലെടുക്കാൻ വളരെ മിടുക്കിയാണ്. പക്ഷേ ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ, BJPയുടെ പരിതസ്ഥിതിയിൽ അവർക്ക് അനുകൂലമായും പ്രതികൂലമായും ഒരുപാട് ഘടകങ്ങളിവിടെ നിലനിൽക്കുമ്പോൾ അത് എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ എന്തുകൊണ്ടും രാജീവ് ചന്ദ്രശേഖരനായിരിക്കും മെച്ചം. ശോഭ മാത്രമല്ല,
ഒരു ഡസൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ശോഭ നല്ലൊരു കാൻഡിഡേറ്റ് ഞാൻ, നല്ല പ്രാസംഗികയാണ്. വോട്ടർമാരെ കയ്യിലെടുക്കാനും വോട്ട് മേടിക്കാനും ഒക്കെ നല്ല മുതലറിയാം. പാലക്കാട്ട് നിൽക്കുമ്പോഴായാലും ഇവിടെ വർക്കല നിന്നപ്പോഴായാലും ഇവിടെ നിന്നപ്പോഴായാലും അവരുടെ കഴിവ് അവർ തെളിയിച്ചിട്ടുള്ളതാണ്.